ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. കഴിഞ്ഞ വീഡിയോസിൽ ഒന്നാം മാസം, അതായത് പ്രഗ്നൻസിയുടെ ഒന്നാം മാസം തൊട്ട് 7-ാം മാസം വരെയുള്ള കാര്യങ്ങൾ, ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ പോയി കാണുക. ഓരോ മാസത്തിലും ഓരോ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓരോ മാസത്തിലും ഒന്നാം മാസത്തിൻ്റെ പ്രഗ്നൻസിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, 2-ാം മാസത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെ അവർ 7 മാസം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ 8-ാം മാസത്തിൽ നമ്മൾ ഗർഭിണികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 8-ാം മാസത്തിൽ ഇരിക്കുമ്പോൾ കാലുകൾ പിണച്ച് വെച്ച് ഇരിക്കാതിരിക്കുക. കാലുകൾ കോച്ചി പിടിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് രാവിലെയൊക്കെ നല്ലതുപോലെ പെയിനൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഇത് ഇങ്ങനെ ചെറിയ തോതിലുള്ള ചെറിയ വ്യായാമങ്ങളൊക്കെ ഈ ടൈമിൽ ചെയ്തു തുടങ്ങാം. അപ്പോൾ അത് മാറിക്കോളും. കോച്ചിപ്പിടുത്തമൊന്നും മാറിപ്പോവും. അതുപോലെ തന്നെ കോച്ചിപ്പിടുത്തം കൂടുതലും ഉണ്ടാകുന്നത് രാത്രിയിലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നീടുള്ളത് വയറിൻ്റെ ഭാഗത്ത്, അതായത് പൊക്കിൾ പുറത്തേക്ക് തള്ളി വരും 8-ാം മാസം മുതൽ. കുഞ്ഞ് വളർച്ച എത്തുന്നത് കൊണ്ടാണ്, പൂർണ്ണ വളർച്ച കുഞ്ഞെത്തുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. കൂടാതെ കുഞ്ഞ് ഈ സമയത്ത് 1 മുതൽ 1.25 കിലോയോളം ഭാരം വെച്ചിട്ടുണ്ടാകും. പിന്നെ മനുഷ്യരൂപത്തിൽ തന്നെ കുഞ്ഞ് ആയും കാണും. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പൂക്കൾ പുറത്തേക്ക് തള്ളി വരുന്നത്. പിന്നീടുള്ളത് ഗർഭിണികൾ മാനസികമായിട്ട് കൂടുതൽ സന്തോഷത്തിൽ ഇരിക്കേണ്ട ഒരു ടൈമാണ്. മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ കേൾക്കുക, അതേപോലെ പാട്ട് കേൾക്കുക, അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന TV സീരിയലുകളോ സിനിമകളോ, ഭയങ്കരമായിട്ടുള്ള ഒച്ചകൾ, അതായത് വെടി, പടക്കം അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തേക്കൊന്നും പോവാതിരിക്കുക. അതേപോലെ TV സീരിയൽ ഭയപ്പെടുത്തുന്നൊന്നും കാണാതിരിക്കുക. നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ച് നല്ല പാട്ടൊക്കെ കേട്ട് ഇരിക്കുക. നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ വിശ്രമമൊക്കെ ആവശ്യത്തിന് മതി. കാരണം 8-ാം മാസം ആകുമ്പോൾ കുഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തും. അതുപോലെ തന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് പ്രഗ്നൻസിയിൽ ഉണ്ടെങ്കിൽ, അതായത് ഡോക്ടർ പറയുമല്ലോ, അങ്ങനെയുള്ള സമയത്ത് മാത്രം ബെഡ് റെസ്റ്റ് എടുക്കുക. അമിതമായിട്ടുള്ള വിശ്രമവും ആപത്താണ് ഈ ടൈമിൽ. അതായത് മരവിപ്പൊക്കെ പെട്ടെന്നുണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കുക. എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അമിതമായിട്ടുള്ള വ്യായാമമൊന്നും ചെയ്യാനും പോകണ്ട. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് ഭക്ഷണത്തിൽ കാൽസ്യത്തിൻ്റെ കുറവുകളൊക്കെ ഈ സമയത്ത് ഉണ്ടാവാറുണ്ട്. ഇത് കൂടുതൽ കാൽസ്യമുള്ള ഫുഡുകൾ കഴിച്ച് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ ഉള്ളത്, ചില സമയത്ത് ചിലരിൽ അടിവയറിൽ വേദന ഉണ്ടാവും 8-ാം മാസമൊക്കെ ആകുമ്പോൾ. ഇത് പ്രസവ വേദനയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. വേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്, ഡോക്ടറിനെ കാണുക. ചിലപ്പോൾ കുഞ്ഞ് ചവിട്ടുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും വേദനകൾ വരാം. പക്ഷേ അമിതമായിട്ട് ഭയങ്കരമായിട്ടുള്ള വേദനകൾ വന്നു തുടങ്ങുക, അനുഭവപ്പെടുക എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോവുക. കാരണം ഇപ്പോൾ പ്രഗ്നൻസിയിൽ 7 മന്ത്സ് കഴിയുമ്പോഴേ, അല്ലെങ്കിൽ 7 മന്ത്സ് തൊട്ട്, അല്ലെങ്കിൽ ചിലരിൽ 6 മന്ത്സ് ഒക്കെ ലേബർ പെയിന് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില കണ്ടീഷൻസിലൊക്കെ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അമിതമായിട്ടുള്ള വേദന വരികയാണെങ്കിൽ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ രക്തത്തിൻ്റെ അളവ് കൂടുതലും, അതായത് BP-യും അല്ല രക്തത്തിൻ്റെ അളവ്, ഹീമോഗ്ലോബിൻ്റെയൊക്കെ അളവ് നല്ല രീതിയിൽ കറക്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങളെ ഡോക്ടർ പറഞ്ഞു തരും. പിന്നെ ശാരീരികമായിട്ടുള്ള ക്ഷീണം ഗർഭകാലങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. അത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ഭയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ക്ഷീണമുള്ളപ്പോൾ റെസ്റ്റ് എടുത്ത് ഉറങ്ങാനൊക്കെ നോക്കുക. ഉറക്കം മതിയാവുന്നവരെ ഉറങ്ങുക. എന്ന് വെച്ചിട്ട് ഏത് സമയവും കിടക്കുകയും ചെയ്യരുത്. കാരണം ഒട്ടും വയ്യ എന്നുള്ളതിൽ റെസ്റ്റ് എടുക്കുന്നതിൽ കുഴപ്പമില്ല. പിന്നീടുള്ളത്, രാത്രിയിൽ കുറഞ്ഞത് 9 മണിക്കൂറെങ്കിലും വിശ്രമം എടുക്കാൻ ശ്രമിക്കണം. രാവിലെ എണീറ്റുള്ള ഒരു ജോലികളൊന്നും ആ സമയത്ത് ഒരു 8 മാസമൊക്കെ ആകുമ്പോൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. വിശ്രമം തന്നെയാണ് ഈ ടൈമിൽ അത്യാവശ്യം. അപ്പോൾ എല്ലാവർക്കും ഈ 8-ാം മാസത്തിലെ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.